وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, സർഗവസന്തം പെയ്തിറങ്ങുന്ന മനോഹരമായ ഇബ്തിയാജിന്റെ വേളയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ എനിക്ക് കിട്ടിയിരിക്കുന്നതായ വിഷയം ഖുർആൻ മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. അതിനെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം വിരാമം കുറിക്കാം. നാദം തുറക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ഓരോ മതങ്ങൾക്കും അതിന്റെ ആശയാദർശങ്ങൾ വിവരിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അവരുടേതായ ദർശനങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിന് പകരം വെക്കാൻ ഒരു ദർശനത്തിനും പ്രത്യയശാസ്ത്രത്തിനുമായിട്ടില്ല. കാരണം ഖുർആൻ എന്നത് ഒരു ദൈവിക ഗ്രന്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ സാധ്യ സാമ്രാജ്യങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചിട്ടും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, അതിനോട് സമാനമായ ഒരു ആയത്തോ സൂറത്തോ കൊണ്ടുവരാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ലോകർക്ക് മുഴുവൻ മാർഗദർശിയായിട്ടാണ് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ശൗറു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത അത് സർവ്വതാൽക്കാലികമാണെന്നതാണ്. 14ാം നൂറ്റാണ്ട് മുമ്പുള്ള തമസ്സുവാക്കിലേക്ക് മാത്രമല്ല, 21ാം നൂറ്റാണ്ടിലെ ഇൻഫർമേഷൻ മനുഷ്യരിലേക്ക് കൂടിയാണ് ഇതിനെ ഇറക്കപ്പെട്ടത്. ആധുനിക പ്രശ്നങ്ങളിൽ ബഹുഭൂരിഭാഗവുമായി ഖുർആൻ സംബന്ധിക്കുന്നുണ്ട്. ആധുനിക പ്രശ്നങ്ങളെ സാമ്പത്തിക മേഖലയിലുള്ളവ, സാമ്പത്തിക മേഖലയിലുള്ളവ, വൈജ്ഞാനിക മേഖലയിലുള്ളവ, സാമൂഹിക മേഖലയിലുള്ളവ എന്നിങ്ങനെ നാലായി തരംതിരിക്കാം. ഈ നാലിലും ഖുർആൻ സർവാധിപത്യം ചെലുത്തുന്നു. ആധുനിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് സാമ്പത്തിക മേഖലയെയാണ്. അടുത്തിടെയുണ്ടായ സാമ്പത്തിക മാന്ദ്യം എന്നത് വസ്തുതയാണ്. ലോകത്തെ കയ്യിലെടുത്ത അമ്മാനമാടിയ നമ്മുടെ കീഴിലാണ് ലോകമെന്ന് അഹങ്കരിച്ച ഒട്ടുമിക്ക ഇന്റർനാഷണൽ സ്ഥാപനങ്ങളും സാമ്പത്തിക വ്യവസ്ഥിതി പരിഹരിക്കാനാവാതെ ുണ്ടായേ. ഈ സന്ദർഭത്തിൽ ഖുർആനിക് സാമ്പത്തിക വ്യവസ്ഥയെ എക്കണോമിക്കൽ സിസ്റ്റം ഒന്ന് അവലോകനം ചെയ്യുന്നത് ഒന്നായിരിക്കും. പ്രകൃതിയുടെ മതമായ ദൈവിക മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തന്നെയാണല്ലോ ശരിയായ സാമ്പത്തിക വ്യവസ്ഥിതി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ അവകാശപ്പെട്ടതും ഉത്തരവാദപ്പെട്ടതും. അതിനാലായിരിക്കും ഖുർആനിലുള്ള പല വസ്തുക്കളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പലിശ, പൂഴ്ത്തിവെപ്പ്, കൊള്ളലാഭം, കൊള്ളിവെപ്പ്, പൂർത്തി എന്നിവ സാമ്പത്തിക മേഖലയിൽ അനാവശ്യമായി ഖുർആൻ കാണുന്നു. എന്നു മാത്രമല്ല, ശക്തമായ രീതിയിൽ ഇവയ്ക്കെതിരെ പ്രതികരിക്കുകയും ഇവയല്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പലിശയാണ് ഇന്നത്തെ ആഗോള പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധന്മാർ വിലയിരുത്തുന്നത്. പൂഴ്ത്തിവെപ്പിലൂടെയാണ് ലോക മാർക്കറ്റിൽ പ്രോഡക്റ്റുകൾക്ക് കൃത്രിമ ഡിമാൻഡുകൾ ഉണ്ടായിത്തീരുന്നത് എന്നും അപ്പോൾ ഉൽപാദകർ കൊള്ളലാഭം ലക്ഷ്യമിടുന്നു. ഇതെല്ലാം ബാധിക്കുന്നത് ഉപഭോക്താവിനെയാണ്. ന്യായവിലക്ക് വാങ്ങേണ്ട വസ്തുവകകൾ ഇരട്ടിയും രണ്ടിരട്ടിയും കൊടുത്താണ് ഉപഭോക്താവ് വാങ്ങാൻ നിർബന്ധിതനാവുന്നത്. സമൂഹത്തിലെ സമ്പന്നർ അവന്റെ സമ്പത്ത് മുഴുവൻ ആഡംബരത്തിനും ദുർത്തിനും വേണ്ടി ചെലവഴിക്കുമ്പോൾ ശരിയായ സാമ്പത്തിക മുഖമാണ് നഷ്ടപ്പെടുന്നത്. പലിശയും കൊള്ളയും കൊള്ളലാഭവും പൂഴ്ത്തിവെപ്പും ദൂർത്തും അഴിമതിയുമാണ് നിലവിലുള്ള സാമ്പത്തിക ക്രമങ്ങളെ തകർത്തെറിയുന്നത്. ഇവയ്ക്കെല്ലാമെതിരെ ശക്തമായ നടപടിയാണ് ഖുർആൻ എടുക്കുന്നത്. ഒന്നുമില്ലാത്ത ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന, സമത്വം പാലിച്ചേക്കാവുന്ന മാർഗദർശിയായ ഒരു ഖുർആനിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം വിരാമം കുറിക്കുന്നു.